ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ സുബഹി നിസ്കാരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡലിയാണ് കേട്ടോ. ഇഡലിയും ഇതിലേക്ക് ഒരു ചട്നിയും കൂടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ചട്നീൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇതിലെടുത്തിട്ടില്ല. സിമ്പിൾ ചട്നിയാണ്, എന്നാൽ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ്. കുക്കൂന് മദ്രസക്ക് പോകണം. ഓനക്ക് 6:45 കേട്ടോ, 6-7 മണിയാകുമ്പോൾ അവിടെ എത്തണം കേട്ടോ, മദ്രസയിലെത്തണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇഡ്ഡലിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഓരോന്ന് വെച്ചെടുക്കാം. പിന്നെ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് കുറച്ച് ഒരു ലോക്കൽ നെയ്ച്ചോറ് റെഡിയാക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ടിഫിൻ ബോക്സിലേക്ക് വേണ്ടിയിട്ട് ഫിനോന്. അപ്പോൾ ഞാൻ നമുക്ക് നെയ്ച്ചോറും പിന്നെ ഗീ റൈസ് ഇല്ലാതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇഡ്ഡലിയൊക്കെ അതാ സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റല്ലേ ഇതൊക്കെ ഇങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുമ്പോൾ. പിന്നെ അപ്പോൾ നമ്മളെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു സോയാബീൻ ഒക്കെ റെഡിയാക്കണം. അതിന് മുമ്പായിട്ട് ഇവർക്കുള്ള ഫുഡ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുക്കൂനാണ് കേട്ടോ. അപ്പോൾ കുക്കൂനും നമ്മൾ ഇഡ്ഡലിയും കറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പിന്നെ ഫിനു റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഓൾക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ പിന്നെ ഒന്നിച്ചുള്ള ഫുഡ് കഴിക്കലൊന്നും നടക്കൂല. കാര്യം എല്ലാവരും പോകാൻ പല ടൈമിലും അല്ലേ. ഇത് കാണാനൊക്കെ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിലൊരു ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ചട്നിയാണ് കേട്ടോ. ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഒരു എന്താ പറയുക, അപ്പം അങ്ങനെ നമ്മളിത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ പിന്നെ ഓരൊക്കെ പോയതിന് ശേഷമല്ല, നമ്മൾ പോണതിന് മുമ്പ് തന്നെ ഞാനും തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് കൊതിയായി. നല്ല വിശപ്പുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഞാനും കഴിച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഞാൻ കരുതി പെട്ടെന്ന് തന്നെ നമുക്ക് ഗീ റൈസ്ക്ക് നല്ല ടേസ്റ്റല്ലേ സോയാബീൻ മസാല. അപ്പോൾ നമ്മൾ ഈ സോയാബീൻ ചങ്ക്സിൻ്റെ ഒരു റെസിപ്പിയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ റെഡിയാക്കുന്ന രൂപത്തിലുള്ള നല്ല ടേസ്റ്റിലൊരു നമ്മളെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള സോയാബീൻ ചങ്ക്സിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഈ സോയാബീൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നല്ലേ നമ്മൾ ഇങ്ങനെ തലേ ദിവസം തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്മീനുണ്ട് കേട്ടോ കുറച്ച്. ഇത് വെച്ചിട്ട് ഞാനൊരു എന്താ പറയുക, ചെമ്മീൻ പൊക്കവട ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി നമ്മൾ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ പൊക്കവടയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് കുറച്ച് നമ്മൾ ചിക്കനും ബീഫൊക്കെ വെക്കുമ്പോൾ അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ. ഇത് പിന്നെ ഞാനൊരു മീൻകറി ലഞ്ചിന് വേണ്ടിയിട്ട് മീൻകറിക്കുള്ള എല്ലാം സെറ്റപ്പാക്കി സ്പൈസസും അതിൽ തക്കാളി അതുപോലെയൊക്കെ കട്ട് ചെയ്ത് കാണണമെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. നേരെ നമുക്ക് ഇതൊരു റെഡിയാക്കുമ്പോൾ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ നമ്മളെ സോയാബീൻക്കില്ലേ എന്താ പറയുക മസാല ഞാൻ രാത്രി തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. കാരണം എനിക്ക് 7 മണിയാകുമ്പോഴത്തേന് തന്നെ ഫുഡൊക്കെ റെഡിയാക്കണം. കാരണം കൊണ്ടുപോകാനല്ലതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സോയാബീനിലേക്ക് ഈ ഒരു സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനത്തെ തക്കാളിപ്പഴമൊക്കെ പാടൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ടായിട്ട് ഒരു ചോപ്പറിലിട്ടിട്ട് അതുപോലെ ആകുമ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് വാടി കിട്ടും. മീൻസ് നമ്മൾ എന്താ പറയുക കുക്കായി കിട്ടും കേട്ടോ. അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ അതുപോലത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. നമ്മളടുത്ത് അതില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ തന്നെ നമ്മൾ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ചേർക്കുക, കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. അടിപൊളിയായിട്ടോ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗീ റൈസുക്കും ടിഫിൻ ബോക്സിലേക്കുള്ളത് നമ്മളിതിൻ്റെ അടിയിൽ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗീ റൈസിക്ക് ഈ ഒരു സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ.
കോഴികളെ സൗണ്ടൊക്കെ ഇപ്പോഴാണ് കേൾക്കണത്. ഇപ്പോഴാണ് ഓലൊക്കെ ഒന്ന് എണീറ്റ് ഫ്രഷ് ആകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിഫിൻ ബോക്സിലേക്കുള്ളതും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിനുവിന് പോകാൻ ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ലഞ്ച് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറിനായിട്ട് റെഡിയാക്കാൻ വേണ്ടി. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കാണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ ഒരു മീൻ വറ്റിച്ചെടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വറ്റിച്ചതൊന്നും കൂടി പഴയതാകുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. എന്നാലും നമ്മളത് കുറച്ച് മീനിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ ഞാനത് വെച്ചിട്ട് ഒരു മീൻ കറി ലഞ്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് പിന്നെ കാര്യമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി റൈസൂനിലെ റെഡിയാക്കാം കേട്ടോ. ഓനക്കുള്ള ടിഫിൻ സ്നാക്സ് ബോക്സിലേക്ക് നമ്മൾ കുറച്ച് ബ്രെഡ് റെഡിയാക്കിയിട്ടുണ്ടായിനി. അതിൻ്റെ ഇടയിലൂടെ മൊത്തത്തിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാര്യം. അപ്പോൾ പിന്നെ സ്കൂളിലേക്കൊക്കെ പോകുന്ന ടൈം ഒരുപാട് ഓവറായി പോകും, നേരം വൈകൂലേ. അപ്പോൾ ഓനക്കുള്ള സ്നാക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കുട്ടികൾക്ക് കുഞ്ഞുവിന് പയറാണ് കേട്ടോ ഇഷ്ടം. പയർ തോരനാണ് ഇഷ്ടം, സോയാബീൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓനക്ക് മാത്രം ഞാൻ കുറച്ച് പയർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് മാത്രം. അപ്പോൾ ഓലതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓനും കൂടി പോയാൽ നമ്മൾ ഫ്രീ ആയിട്ടാണ്. എന്നിട്ടാണ് നമ്മളിലെ ബാക്കിയുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബാഗിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലോട് കൂടിയിട്ട് നമുക്ക് കിച്ചണിലെ എല്ലാ ജോലിയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഡിന്നറും ഒക്കെ നമുക്ക് സെറ്റാക്കാം. ടിഫിൻ ബോക്സൊക്കെ തലേ ദിവസം നമുക്ക് കട്ട് ചെയ്യാനുള്ളതും പിന്നെ ഫ്രീസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളത്തോട് കൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഐസൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. തലേ ദിവസം പ്ലാൻ ചെയ്തിട്ട് എല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാനും പറ്റും. ഒരുപാട് ടൈം നമുക്ക് ഫ്രീ ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നേ ദിവസത്തെ സിമ്പിൾ റൂട്ടീനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണും വിചാരിക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാ. നല്ല മഴയാണ് കേട്ടോ ഈ നേരം.